ഹായ് ചങ്കൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷംസു നാട്ടിൽ പോവുകയാണ് 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഷംസും മിഥുനും ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും പിന്നെ സാധനങ്ങൾ പാക്ക് ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അവൻ്റെ റൂമിലേക്ക് പോവാം. ബോക്സിന്റെ അല്ല, ഇത് കറക്റ്റ് ലെവലാക്കിയാണ്ട് ഇതാണ് പാക്ക് ചെയ്യും. ഈ തൂക്കത്തിൽ തന്നെ വെച്ചാണ്ട് വേണേ ഒരു 1/2 കിലോ കുറച്ചാണ് പാക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള അയില് കൂട്ടാം. ഇത് നമ്മളെ സഫാരി വാങ്ങിയതാണല്ലോ അത്. നീ തൂക്കൊന്നും വേണ്ട. കൈയെടുക്ക നോക്കണ്ടോന്നേ. ഇന്ന് 2 ഷർട്ടും കൂടി ഇടാൻ വെച്ചില്ല. ബാക്കി വേറെ പെട്ടില്ലേ? എന്നാ കട്ട് ചെയ്ത് കേട്ടോ. ഒരു 8 കിലോ ഇപ്പൊ ഫ്ലാസ്ക് ഒക്കെ കയറ്റണ്ടേ? അതെ, നമ്മൾ അടിപൊളിയായിട്ട് മടക്കി കാണിച്ചതാ. മടക്കലിന്റെ ഉസ്താദ്, മടക്കലിന്റെ തിരുക്കലിന്റെയും പൊട്ടിക്കലിന്റെയും ഉസ്താദ്. ഇത് മടക്കണമെങ്കിൽ മടക്കി തേക്ക്, തിരുവി അലക്കി തേക്ക്. ലോഡ് കയറി നോക്കല്. ഇത് 10 ടണ്ണിന്റെ വണ്ടിയാണ്. ഷായ 5 ടണ്ണ കയറിക്കില്ലേ, നമ്മ വാടക കേട്ടോ. കമ്പളക്കാട് അങ്ങാടിനെ ഉറപ്പിക്കാൻ അവൻ വരുന്നു. അവനല്ല, അവൻ എല്ലാവർക്കും അവസരമുണ്ട്. പുതപ്പിട്ട് മൂടൂ കദീജാന്റെ പോവാ. ഒന്നും വിചാരിക്കരുത്, ഫോട്ടോ എടുക്കരുതെന്നാ. എല്ലാരും മുന്നിൽ നടക്കുക, ഞാൻ ബാക്കിൽ വന്നോളാന്ന്. ഫോട്ടോ ഇവിടെ കുറച്ച് മുടി ഉണ്ടല്ലേ. അങ്ങനെ നമ്മൾ ഷംസുവിൻ്റെ ലാമിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കവിതകളൊക്കെ എഴുതിക്കൊണ്ട്. അപ്പൊ അടുത്ത മിഥുൻ്റെ ഉണ്ട്. മിഥുൻ്റെ 10 ദിവസം മുന്നേ പാക്കൊക്കെ ചെയ്തൊക്കെ സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ ഞങ്ങൾ നല്ല റൂമിൽ പോയി അടിച്ചു മാറ്റി എൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടതാ ഞങ്ങൾ കവിതകൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പറക്കുന്നു. കൊള്ളൂടാ, ചെറുതാക്കിയതിന്റെ അങ്ങനെ വിട്ടാൻ പറ്റൂല. ഒരാഴ്ച മുന്നേ പെട്ടി കെട്ടിവെച്ച് ഓ വിചാരിച്ച ഒന്നും നടക്കൂലെന്ന്. കുരുവി എന്നുള്ള റെഡിൽ എഴുതിട്ട് കുരുവി, യുഎസ് കുരുവി കം ബാക്ക്. കുരുവി മതി. അങ്ങനെ ഷംസും ഇതിനും നാട്ടിൽ പോവാണ്. ഷംസു വീട്ടിലൊന്നും അറിയിച്ചില്ല, അവൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പൊ ചങ്കളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.